നമ്മുടെ ആമയച്ചൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആമയച്ചൻ, ഇതാണ് ആമയച്ചൻ. ആമയച്ചൻ പറയും, നമ്മൾ കേൾക്കും. പക്ഷെ ആമയച്ചന്റെ വലതുവശത്ത് ഒരു സാധനം ഇരിപ്പുണ്ട്. അത് എന്തിനവിടെ കൊണ്ട് ഇരുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി ഒന്നും അനങ്ങുന്നുമില്ല, മിണ്ടുന്നുമില്ല. എന്താണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെന്നും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ ചില മാധ്യമങ്ങളെ സ്വാധീനിച്ച് നടത്തുന്ന സത്യവിരുദ്ധമായ ചില വാർത്തകൾക്ക് മറുപടി പറയുവാൻ സഭാസ്ഥാനികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത്. ഒന്നായിരിക്കുന്ന മലങ്കര സഭയെ ഭാരതത്തിൻ്റെ നീതിപീഠം മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പാരമ്പര്യത്തെ അംഗീകരിച്ച് അസന്നിഗ്ധമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കത്തോലിക്ക ബാബ തിരുമേനിയും മലങ്കര മെത്രാപ്പൊലീത്തയും മാർത്തോമാ ശ്ലീഹായുടെ പിന്തുടർച്ചയൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. ആമയച്ചൻ മനസ്സിലാക്കുക. അതൊക്കെ എവിടെയാണ്? അച്ഛൻ കിനാവ് കാണുന്നതാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങ് പറയാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. നിയമപരമായി അംഗീകരിച്ച് ഈ മണ്ണിൽ അനുഗ്രഹീതമായ സുവിശേഷ സാക്ഷ്യം നിർവഹിച്ചു വരുന്ന ഒരു പൗരാണിക സഭയാണ്. അത് കറക്റ്റാണ്. ഈ മണ്ണിൽ സുവിശേഷ സാക്ഷ്യം. ഒരു വീട്ടമ്മയെ 5 കത്തനാരന്മാർ ചേർന്ന് വ്യഭിചരിച്ചു. നല്ല സുവിശേഷ സാക്ഷിയല്ലേ? ബാക്കി എത്ര ലിസ്റ്റ് അച്ഛ. ഞാൻ ഇന്നലെ ഈ ജസ്റ്റ് ഈ നെറ്റിൽ കൂടെ സെർച്ച് ചെയ്തിട്ട് ഓർത്തഡോക്സ് വൈദികർക്കെതിരെ കഴിഞ്ഞ ഒരു 1-2 കൊല്ലം എന്റെ ദൃഷ്ടിപ്പെട്ട അത് കളക്ട് ചെയ്യാൻ പറ്റില്ല. 93 കേസ് ഞാൻ കളക്ട് ചെയ്തു. ഞാനതിപ്പോ ഇവിടെ കാണിക്കുന്നൊന്നുമില്ല, കാരണം ഇവർക്ക് അന്തസ്സില്ലെങ്കിലും നമുക്കൊരു അന്തസ് വേണ്ടേ. 93 കേസ് ചുമ്മാ ജസ്റ്റ് നെറ്റിൽ കൂടെ സെർച്ച് ചെയ്ത് വെക്കേണ്ടതാ. പള്ളിമേട വെച്ച് ഇതേ കാറിനകത്ത് വെച്ച് പിന്നെ കോഴിക്കോട്ടിൽ പോയത്, മറ്റേടത്ത് പോയത്, മറിച്ചെടുത്ത് 93 കേസ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അച്ഛന്റെ പത്രാന്റെ എല്ലാം കൂടെ അതൊന്നും അല്ല കണക്ക്. നാണമില്ലേ? ഇതാണോ അച്ഛന്റെ സുവിശേഷ സാക്ഷ്യം? പക്ഷെ ഇരിപ്പിനകത്തൊരു കോൺഫിഡൻസ് കുറവുണ്ട് കേട്ടോ. മറ്റേ എന്തോ ഒരു പ്രസരിപ്പൊക്കെ ഉള്ള ആമയച്ചന്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ 50 മൈൽ അകലെ നമ്മൾ ചൂട്ടും കത്തിച്ച് പോകുമായിരുന്നു. അത്ര ഉഷാറായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തേ നോക്കിയേ, മുഖത്ത് ചോരമയ ഉണ്ടോന്ന്. വലതുവശത്തൊരു സാധനം ഇരിപ്പുണ്ട്. അത് എന്തിനിരിക്കുകയാണെന്ന് അറിയത്തില്ല. വിക്രമാദിത്യന്റെ കൂടെ വേതാളം ഇരിക്കുന്ന പോലെ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. പറ അച്ഛൻ പറ, കേക്കട്ടെ. എന്നാൽ പലപ്പോഴും ഈ ഒന്നായിരിക്കുന്ന മലങ്കര സഭയെ രണ്ടാക്കി കിട്ടുമോ എന്നന്വേഷിച്ച് നിരവധി സമ്മർദ്ദങ്ങൾ മലങ്കര സഭയുടെ മേൽ വന്നിട്ടുണ്ട്. ആ സമ്മർദ്ദങ്ങളെയൊക്കെ ഈ സഭ ഒന്നാണ് എന്ന ഉറച്ച കാഴ്ചപ്പാടോടുകൂടി മലങ്കര സഭയുടെ ജനനദി എന്തോ കുഴപ്പമുണ്ടല്ലോ. വലതുവശത്തിരിക്കുന്ന സാധനം കണ്ണനക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പറയടേ. തോൽപ്പിച്ചിട്ടുണ്ട്. കണ്ണനക്കുന്നുണ്ടോ? പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അതൊരു വേദശാസ്ത്ര ശാഖയാണ്. കൽക്കത്തൂൻ സിനോദോസിന്റെ AD 451 കൽക്കത്തൂനിയൻ സിനോദോസിനോട് യോജിക്കാത്ത സഭകൾ ചേർന്ന് രൂപീകരിച്ച ഈ വാർത്തകളെയും ഞങ്ങൾ കാണുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്നത് ഒരു സംഘടന എന്നതിനേക്കാൾ ഉപരി അതൊരു വേദശാസ്ത്ര ശാഖയാണ്. അങ്ങനെ അല്ലല്ലോ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കായംകുളം കാതീശാപ്പള്ളിയിൽ. അന്ന് നിന്റെ പ്രസംഗം എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ സംഘടനയല്ലെന്ന്. അന്ന് നീ പറഞ്ഞ ഇത് സംഘടനയാണെന്ന്, വർഷാവർഷം യോഗം ചേരുന്നുണ്ടെന്നൊക്കെ ആണല്ലോ അന്ന് തള്ളിമറിച്ച്. ഒരു മാസം മുമ്പ്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു മനംമാറ്റം? അന്ന് നിന്നോണ്ടൊക്കെ ഉഷാറായിട്ട് അങ്ങ് ഇരുന്ന് പോയല്ലോ ഇപ്പം. നിനക്കെന്താടാ, പനിയാണോ? നിനക്കെന്നാ പറ്റി? നിനക്കെന്നാടാ? സംഘടനയാണെന്നൊക്കെ ആണല്ലോ പറഞ്ഞ. സംഘടനയല്ലെന്ന് ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം വന്നിട്ട് പറയാം അയ്യോ സംഘടനയല്ലല്ലേ. കേക്ക് പുള്ളിയുടെ ചരിത്രബോധം കേക്ക്. അപ്പുറത്തൊരു സാധനം ഇരിപ്പുണ്ടല്ലോ, ഇത് അനങ്ങുന്നില്ല. കൽക്കത്തൂൻ സിനോദോസിന്റെ AD 451 കൽക്കത്തൂനിയൻ സിനോദോസിനോട് യോജിക്കാത്ത സഭകൾ. കൽക്കതോനിയൻ സുന്നഹദോസ് കേട്ടല്ലോ. ട്യൂഷൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല. എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും എഴുതിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ആമയച്ചൻ പറയും, നമ്മൾ എഴുതും. കൽക്കതോനിയൻ സുന്നഹദോസിനോട് സഹകരിക്കാത്ത എന്നാ അച്ഛന്റെ വാക്ക് എന്നായിരുന്നു വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോണേ. പറഞ്ഞേ അച്ഛൻ പറഞ്ഞേ. കൽക്കതോനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്ത. അപ്പൊ കൽക്കതോനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്ത ഒന്നുകൂടെ പറഞ്ഞ അച്ഛാ. ശാഖയാണ്.
കൽക്കത്തൂൻ സുന്നഹദോസിന്റെ AD 451 കൽക്കത്തൂനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്ത സഭകൾ ചേർന്ന് രൂപീകരിച്ച ഒരു വേദശാസ്ത്ര ശാഖയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ്. കൽക്കത്തോനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്ത സഭകൾ ഏതൊക്കെയാണ്? ആമേച്ചൻ പറ, ആമേച്ചൻ പറ, ആമേച്ചൻ പറ, പറയടാ, പറയടാ, അയ്യോ സിക്കാര, പറയടാ. കൽക്കത്തോനിയൻ സുന്നഹദോസിൽ നിന്ന് വിയോജിച്ചിറങ്ങിയ സഭ ഏതാ? രണ്ട് സഭകൾ, സുറിയാനി ഓർത്തഡോക്സ് സഭയും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും എന്ന് അറിയപ്പെടുന്ന അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയുമാണ് കൽക്കത്തോനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്തത്. രണ്ട് സഭ. നിനക്ക് മനസ്സിലായോ? കൽക്കത്തോനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്തത് രണ്ട് സഭ, അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയും. നീയൊക്കെ വിഘടന്മാരാണെന്ന് എഴുതിയ ഡിക്ലറേഷനിൽ ആ രണ്ട് സഭയുടെ പാത്രിക്കീസുമാർ ഒപ്പിട്ടിട്ടുണ്ട്. കേസ് ഡിസ്മിസ്ഡ്. പോയി പണി നോക്കടാ. രണ്ട് സഭ. നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ നാക്കിനാൽ നീ വിധിക്കപ്പെടും. നിന്റെ വാക്കായിപ്പം പറഞ്ഞ കേക്കട്ടെ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് തുടക്കകാലം മുതൽ 1964 മുതലാണ്. 1964 അല്ലടാ കൽക്കത്തോനിയൻ സുന്നഹദോസ് ഉണ്ടായത്. AD 451. എന്തിനാ താഴോട്ട് നോക്കുന്നേ? താഴെ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതിലോട്ട് നോക്കുന്നുണ്ട്, ഡേറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, നോക്കി കണ്ടുപോകുന്നുണ്ട്. 451 നീ ഇതിനെ നോക്കുന്നേ? ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്നത് ഒരു സംഘടന എന്നതിനേക്കാൾ ഉപരി അതൊരു വേദശാസ്ത്ര ശാഖയാണ്. കൽക്കത്തൂൻ സുന്നഹദോസിന്റെ AD 451 കൽക്കത്തൂനിയൻ സുന്നഹദോസിനോട് യോജിക്കാത്ത സഭകൾ ചേർന്ന് രൂപീകരിച്ച ഒരു വേദശാസ്ത്ര ശാഖയാണ് ഓറിയന്റൽ ഓർത്തഡോക്സി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് തുടക്കകാലം മുതൽ 1964 മുതലാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കൂടിവരവുകൾ സജീവമാകുന്നത്. അന്ന് മുതലേ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സഭ അതിലംഗമാണ്. തെറ്റ്. അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് സഭാ കാലഘട്ടത്തോളം പഴക്കമുണ്ട്. അന്ത്യോക്യൻ സഭയുടെ പാത്രിക്കീസ് സേവേറിയോസിനെ നാട് കടത്തുമ്പോൾ ഈജിപ്തിലേക്കാണ് അദ്ദേഹം പോയത്. അലക്സാണ്ട്രിയൻ സഭയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്, സ്നേഹിച്ചത്, സംരക്ഷിച്ചത്, ആശ്ലേഷിച്ചത്. അച്ഛനറിയാവോ? അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയും തമ്മിലുള്ള എഴയെടുപ്പ് അങ്ങനെയാണ്. പിന്നീട് സേവേറിയോസ് പാത്രിക്കീസ് ബാവ കാലം ചെയ്ത് കഴിഞ്ഞപ്പോ ദുഃഖറോന വരും. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് മെത്രാച്ചന്മാരുടെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കത്തില്ല. ഇപ്പൊ കുറെ മെത്രാന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അത് പുതിയ കീഴ്വഴക്കമാണ്. സുറിയാനി സഭയുടെ ഒരു പാരമ്പര്യത്തിൽ നമ്മൾ ദുഃഖറോനയാണ് ആഘോഷിക്കുന്നത്. അവരുടെ മരണം വലിയ ആഘോഷമാണ്. കാരണം ദുഃഖറോന പെരുന്നാളാണ്. നമ്മുടെ എല്ലാ പെരുന്നാളും ഏതാ? അവർ മരിച്ചതാ. ഇപ്പൊ ഗീവറിയസ് സഹദായുടെ പെരുന്നാൾ കഴിഞ്ഞ ആഴ്ച എല്ലായിടത്തും കൊണ്ടാടി. ഗീവറിയസ് സഹദ കൊല്ലപ്പെട്ടതാണ് പെരുന്നാൾ. കാരണം തന്റെ ഭക്തന്മാരുടെ മരണം കർത്താവിനെ സംബന്ധിച്ച് വിലയേറിയതാണ്. അപ്പൊ അവരുടെ സ്വർഗീയ പ്രവേശനമാണ്, മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. അപ്പൊ അതാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ സംബന്ധിച്ച് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരുടെ ജീവാവസാനം ഓർത്ത് എന്നാണ്. ജീവാവസാനമാണ് ഓർക്കുന്നത്. അപ്പൊ ബർത്ത്ഡേ ഒന്നുമല്ല, ജനന പെരുന്നാളല്ല. ജനന പെരുന്നാൾ നമ്മുടെ കർത്താവിന്റെ മാത്രമേ ഉള്ളൂ ആഘോഷിക്കുന്നത്. പിന്നീട് സമീപകാലത്തായിട്ട് മാതാവിന്റെ ജനന പെരുന്നാൾ വന്നിട്ടുണ്ട്. മാതാവിന്റെ ജനന പെരുന്നാൾ അത് കാനോനിക പെരുന്നാളല്ല, അത് പാരാലിറ്റർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ വന്ന പിന്നെ ചില പള്ളികളിലൊക്കെ ജനന പെരുന്നാൾ ഇപ്പൊ അത് വ്യാപകമായിട്ടുണ്ട്. അപ്പൊ കർത്താവിന്റെ ജനന പെരുന്നാളേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം ജീവാവസാനമാണ്, ദുഃഖറോനയാണ് ഓർക്കുന്നത്. എന്നാൽ ഈജിപ്തിലെ സഭ സേവേറിയോസ് പാത്രിക്കീസ് ഈജിപ്തിൽ മരിച്ച അദ്ദേഹത്തിന്റെ ദുഃഖറോന കൂടാതെ അദ്ദേഹം ഈജിപ്തിലേക്ക് ചെന്ന ദിവസം അത്രമാത്രം, അതുകൊണ്ട് രണ്ട് പെരുന്നാളാണ്. അദ്ദേഹത്തിന്റെ ദുഃഖറോനയുണ്ട്, ഈജിപ്തിലേക്ക് അദ്ദേഹം ചെന്നതും. എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയ്ക്ക് നഷ്ടം, കോപ്റ്റിക് സഭയ്ക്ക് നേട്ടം. സുറിയാനി സഭയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടോ അത് അലക്സാണ്ട്രിയൻ സഭയ്ക്ക് നേട്ടമായി എന്ന് അവർ പറഞ്ഞു. 20 വർഷം ഈജിപ്തിലുണ്ടായിരുന്നു. സുറിയാനി സഭയെ സേവിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആ സഭയ്ക്കാണ് പ്രയോജനപ്പെട്ടതെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവര് വർഷത്തിൽ 2 ഫീസ്റ്റാണ്. അപ്പൊ അത്രമാത്രം ഇടയെടുപ്പമുള്ള ഈ രണ്ട് സഭകൾ തമ്മിലുള്ള ബന്ധവും പരസ്പരമുള്ള കാഴ്ചയും കണ്ടുമുട്ടലും എല്ലാം 964 ഉണ്ടായിരുന്നു. ഇയാളിരുന്ന് പറയുക 964 ഇത് തുടങ്ങിയത്. നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം ആ സുഹൃത്തെ. എന്നാൽ ആ വലതുവശത്തിരിക്കുന്നവൻ എന്തിനവിടെ ഇരിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് മുതൽ ഈ നാഴിക വരെയും അതിന്റെ പ്രധാന ഒരു അംഗം എന്ന നിലയിൽ അതിന്റെ സ്ഥാപനം മുതൽ പ്രവർത്തിച്ചു വരികയാണ്. ആ സഭകളുടെ കൂട്ടായ്മ കൂടി വരികയോ മാധ്യമങ്ങളിലൂടെ വ്യാജമായി പ്രചരിപ്പിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ട ചില പിതാക്കന്മാർ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ സ്വാധീന വലയത്തിൽ ചില തീരുമാനങ്ങൾ ഒരു കുറുമുന്നണിയായി കൈക്കൊള്ളുകയും. സുഹൃത്തെ, കുറുമുന്നണിയായി കൈക്കൊണ്ടൊന്നുമല്ല, അവരൊരു തീരുമാനവും കൈക്കൊണ്ടില്ല. ഇതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അവർ ഒരു കത്ത് എഴുതി, ഒരു ജോയിന്റ് ഡിക്ലറേഷൻ എഴുതിയപ്പോ നിങ്ങളെപ്പറ്റി ഒരു പരാമർശം എഴുതിയത് സ്വാഭാവികം. ഞാനാണ് അത് ആദ്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ടുണ്ട്, അത് ആരും കണ്ടൊന്നുമില്ല, ഒരു ചെറിയ ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ട് കിടന്ന. പിന്നെ അത് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു, പിന്നെ അത് ചാനലുകാരെടുത്തിട്ടു, എല്ലാവരും എടുത്തിട്ടു. അത് ആരും സ്വാധീനിച്ചൊന്നുമല്ല. മനസ്സിലായോ? ആരും സ്വാധീനിച്ചൊന്നുമല്ല. കാരണം നാട്ടുകാർ സത്യം കാണും, അയ്യേ നിങ്ങളെ പറ്റി ഇന്ന പോലെയാണല്ലോ അഭിപ്രായം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ.
അല്ലാതെ വേറൊരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം നിങ്ങളെ പുറത്താക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം നിങ്ങൾ അകത്തല്ല. നിങ്ങൾ എന്താണ് ഒരു ശീഷ്മക്കാരാണ്, സ്കിസ്മാറ്റിക് ആണ്. അതിനെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ തീരുമാനമായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സത്യവിരുദ്ധമാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പുറത്താക്കി എന്ന വാർത്ത തികച്ചും സത്യവിരുദ്ധമാണ്. അങ്ങനെ ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ മീറ്റിംഗ് കൂടിയിട്ടില്ല. ഇത് മിഡിൽ ഈസ്റ്റിലുള്ള ചില പിതാക്കന്മാർ ഭരണഘടനയും മലങ്കര സഭയുടെ കാനൂനുകളും ഉയർത്തിപ്പിടിച്ചുള്ള ഒരു സുവിശേഷ ദൗത്യമാണ് ഭാരത മണ്ണിൽ ഈ സഭ നിർവഹിച്ചത്. അതെന്നും നിർവഹിക്കുന്നു, തുടർന്നും നിർവിഘ്നം അത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് മലങ്കര സഭയെ രണ്ടാക്കി കളയാം എന്ന വ്യാമോഹത്തോടെ നിരവധി പൊളിറ്റിക്കൽ സമീപനങ്ങൾ ഈ സഭയ്ക്ക് നേരെ കേരളത്തിനകത്തും പുറത്തും അന്തർദേശീയ തലങ്ങളിലും നടക്കുന്നു. അങ്ങനെ അന്തർദേശീയങ്ങളിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവായി മാത്രമേ ഇതെല്ലാം കിനാവ് കാണുന്നതാണ്. മലങ്കര സഭയെ രണ്ടാക്കി കളയുവാൻ അന്തർദേശീയ തലത്തിൽ മാത്രമല്ല രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലും കൂടാലോചന നടക്കുന്നുണ്ട്. ഒന്ന് പോയേ നിനക്ക് നാണമില്ല? എന്ത് മലങ്കര സഭ? നിന്റെ സഭയിൽ എത്ര പേരുണ്ട്? കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, കുറച്ച് റിയൽ എസ്റ്റേറ്റ്. എടാ, ഈ ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാക്കിയ കാസർഗോഡുകാരൻ ബൈജു ആർജിച്ച സ്വത്ത് എത്രയാ നിങ്ങൾക്കറിയോ? 86,000 കോടി രൂപയാണ്. അത്രയും രൂപയൊന്നും മലങ്കര സഭയ്ക്കില്ലല്ലോ. എടാ, പൈസ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കാറ്റിനുണ്ടാകും, അടുത്ത കാറ്റിന് പോകും, കയറി ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഈ സ്വത്തുക്കൾ കണ്ടൊന്നും ഭ്രമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ വലിയ ഓഫീസുകൾ. ഞാനിവിടെ ഈ പല കമ്പനിയുടെ ഈ ഓഫീസ് സമുച്ചയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ചില സമയത്ത് ഓഫീസുകളും ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ മാറ്റും. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇപ്പൊ ആപ്പിളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഗൂഗിളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇതൊക്കെ അവർ മാറ്റി. അപ്പൊ ഇത്രയും ബൃഹത്തായ ഈ കെട്ടിടവും ഇതും വൈകാരികമായ ഒരു ബന്ധമൊക്കെ ഇല്ല. അവർ കൺവീനിയന്റ് ആയിട്ട് അടുത്ത സ്ഥലത്തോട്ട് വെക്കും. അവരുടെ ഓഫീസ് അവിടെ ചെന്ന് ഇപ്പൊ കളക്ടറേറ്റ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താമസവും ഇല്ല. പിറ്റേ ദിവസം തൊട്ട് ആളുകൾ അങ്ങോട്ട് പോകും. അയ്യോ, പഴയ കളക്ടറേറ്റ് ആണ്, അതിന്റെ പൊക്കത്തിരിക്കുന്ന താഴ്വക്കുടം കണ്ടില്ലേ, അതിന്റെ മുമ്പിലിരിക്കുന്ന ഗാന്ധി പ്രതിമ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ആരും പിറ്റേ ദിവസം അങ്ങോട്ട് പോകത്തില്ല. കളക്ടർ ഇരിക്കുന്നതാണ് കളക്ടറേറ്റ് മാറി. ഇപ്പം നഗരവികസനവും ആസൂത്രണവും ഒക്കെ വരിക. ഇപ്പൊ കേരളത്തിലെ ഈ കളക്ടറേറ്റുകളും ജില്ലാ ഭരണകേന്ദ്രങ്ങളും എല്ലാം ഉടനെ മാറും. കാരണം ഇന്നത്തെ രീതിയിലുള്ള നഗരങ്ങളൊക്കെ വളരെ അശാസ്ത്രീയമാണ്, അപരിഷ്കൃതമാണ്, പ്രാകൃതമാണ്, ഒന്നിനും കൊള്ളാത്തതാണ് കേരളത്തിലെ നഗരങ്ങളൊക്കെ. അപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് വീതിയുള്ള വഴികളും ഉണ്ടാക്കും, ഈ നഗരങ്ങളെല്ലാം വികേന്ദ്രീകരിക്കും. അപ്പൊ നഗര കേന്ദ്രങ്ങളും ഭരണകേന്ദ്രങ്ങളും ഒക്കെ മാറും. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ പാർലമെന്റ് പുതിയ ബിൽഡിങ്ങിലേക്ക് വെച്ചു. ഞാൻ ഈ 2 വർഷം മുമ്പ് പോയായിരുന്നു ഡൽഹിയിൽ. ആ പഴയ ബിൽഡിങ്ങിന്റെ അടുത്തൊന്നും ആരുമില്ല, ആരും അങ്ങോട്ട് പോകുന്നില്ല. ചില ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ഇപ്പൊ ഒന്നുമില്ല. പാർലമെന്റ്, ദാറ്റ് ഇസ് നോ ലോങ്ങർ പാർലമെന്റ്. പഴയ ആ വൃത്തത്തിലുള്ള ബിൽഡിംഗ് ഒക്കെ ഇല്ലേ? ചില ആളുകളൊക്കെ പറയും അതുപോലെയുള്ളൂ. അതുപോലെയുള്ള യാക്കോക്കാരന്റെ കുറെ പഴയ പള്ളി പിടിച്ചാൽ നിനക്ക് തന്നെ റിയൽ എസ്റ്റേറ്റ് മൂല്യമേ ഉള്ളൂ. ചില യാക്കോക്കാരൊക്കെ ഇരുന്ന് ഇന്ത്യക്ക് അതിനകത്തൊന്നും അർത്ഥമല്ല. നമ്മുടെ പഴയ വീടൊക്കെ ഈയിടെ കത്തോലിക്കരുടെ ഒരു പള്ളി പൊളിച്ചതെന്ന് പറഞ്ഞ് കത്തോലിക്കരുടെ പേജിലെല്ലാം ഭയങ്കര കരച്ചിലും കൂട്ടനിലവിളിയും ചങ്കത്തടി. എന്ത് കാര്യത്തിന്? ആ പള്ളി പൊളിച്ചിട്ട് പുതിയ പള്ളി പണിയും. ഈ പഴയ പള്ളിയും കെട്ടിപ്പിടിച്ചിരുന്നിട്ടുള്ള കാര്യം. നിങ്ങളുടെ വല്യപ്പൻ പിറന്നു വീണ, വല്യപ്പൻ പിച്ച വെച്ച, നിങ്ങളുടെ അപ്പം കുഞ്ഞുനാളി മൂത്രമൊഴിച്ച ആ വീട് ഒക്കെ പൊളിച്ചു കളഞ്ഞില്ലേ നിങ്ങൾ? പുത്തൻ വീടുകൾ വെച്ചില്ലേ? എല്ലാവരും തറവാട് പൊളിച്ചില്ലേ? വീട് പൊളിച്ചില്ലേ? മാറ്റി പണിതില്ലേ? വൃത്തിക്ക് പണിതില്ലേ? പട്ടണത്തിന് അടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചില്ലേ? ഇതെല്ലാം ആകാം. പള്ളി പൊളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് യാക്കോബായക്കാരുടെ പള്ളി പിടിച്ചു എന്ന് പറഞ്ഞ് യാക്കോബായക്കാരെ പിടിച്ചൊന്നുമില്ലല്ലോ. യാക്കോബായക്കാരന്റെ പള്ളി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് യാക്കോബായക്കാരന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലല്ലോ. യാക്കോബായക്കാരന്റെ പറമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ് യാക്കോബായക്കാരന്റെ പാരമ്പര്യം പിടിച്ചില്ലല്ലോ. യാക്കോബായക്കാരന്റെ പാരമ്പര്യം നിനക്ക് കിട്ടുമോ? അവന്റെ പറമ്പല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഹീനമായ, അധമമായ, അങ്ങേയറ്റം ലജ്ജാകരമായ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് സമ്പാദിച്ചു കൂട്ടിയാലും ഈ കേരളത്തിലുള്ള ഒരു നല്ല പണക്കാരന്റെ അത്രയും പോലും പൈസ നിങ്ങൾക്കില്ല, അത്രയും പണമില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോ ഇതുണ്ട്, ഒരു മൊബൈൽ ഫോണൊക്കെ വിൽക്കുന്ന ഒരു കട കേരളത്തിൽ ഒരുത്തം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഷാജി എന്നാണ്. ഈ ഷാജി തുടങ്ങിയിട്ട് ഇപ്പം 167 ഷോറൂമായി. 167 ഷോറൂം. അവന്റെ അത്രയും വരുമാനം നിന്റെ സഭയ്ക്കുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, വലിയ പണക്കാരെയൊന്നും എടുക്കണ്ട. കേരളത്തിലെ ഒരു ശരാശരി പണക്കാരന്റെ അത്രയും പോലും ഉള്ള ആസ്തി നീ ഉൾപ്പെട്ട് നിൽക്കുന്ന വ്യഭിചാര കൂട്ടത്തിനില്ല. നിന്റെ പണത്തിന്റെ ധാർഷ്ട്യവും ധൈര്യവും ധിക്കാരവും ഒന്നും കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരണ്ട. ഇത് കാലം വേറെയാണ്. ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പണത്തിന്റെ മുഴുപ്പും പണത്തിന്റെ പെരുപ്പും അതൊന്നും ഇവിടെ എടുക്കണ്ട. അതൊന്നും ഒരർത്ഥമില്ല. പിന്നെ പാരമ്പര്യം, അത് നിനക്ക് ബിഗ് സീറോ ആണ്. കൽക്കൂനിയൻ സുന്നോദോസ് എന്നും കൽക്കതോനിയൻ സുന്നോദോസ് എന്നും കാൽസിഡോൺ സുന്നോദോസ് എന്നും ഒക്കെ ഒന്നും പറയാനുള്ള യോഗ്യത നിനക്കില്ല, അതിനുള്ള അർഹത നിനക്കില്ല, അതിനുള്ള മാന്യതയും നിനക്കില്ല. എന്ത് ബന്ധമുള്ളേ?
കൽക്കത്തോനിയൻ സുന്നതോസിൽ നിന്ന് വിയോജിപ്പോടെ ഇറങ്ങിപ്പോകുന്ന അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയുമാണ്. അവരാണ് ഓറിയന്റൽസ്, അവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ്, അവരെ ആകാവൂ ഓറിയന്റൽ ഓർത്തഡോക്സ്. അവരാണ് പറഞ്ഞത് നിങ്ങൾ വിഘടിതരാണെന്ന്. സ്കിസ്മാറ്റിക് ആണ്, ശീഷ്മക്കാർ. അത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾ ഈ ഓറിയന്റൽ വിശ്വാസം പിന്തുടരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയൊന്നുമില്ല. 1931 മുതൽ ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും തുടർച്ചയായി നിങ്ങൾ റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് ചേരുവാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1931 മുതൽ, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പലപ്പോഴും അത് കയറിയും ഇറങ്ങിയൊക്കെ വന്നു. റഷ്യയിലെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ മാറി. റഷ്യൻ ഓർത്തഡോക്സ് സഭ 1931 ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗവുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ബ്രിട്ടീഷുകാരെ പോലെ ഒരു രാഷ്ട്രീയ സൈനിക താവളം കൂടെ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ അവർ ആരാഞ്ഞു. കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ചിലരുമായിട്ട് ചേർന്ന് അത്തരത്തിലുള്ള നീക്കവും നടത്തിയിരുന്നു. ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ കാലഘട്ടത്തിലാണ് ബംഗാളിലും ആന്ധ്രാപ്രദേശിലും നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നത്. അതവർ പരിഗണിച്ചിരുന്നു. അപ്പൊ ഇന്ത്യയിൽ വളരെ വരുന്ന കർഷകരുടെ അസ്വസ്ഥതകളും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനും പരുവപ്പെടുത്തുന്ന വിധത്തിലുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള പഠനങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ്, മതത്തെ മറവാക്കിയാണ്. ഇപ്പം അമേരിക്ക അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തെ ഉപയോഗിച്ചിരുന്നു. ഇപ്പം ബില്ലി ഗ്രഹാമും ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗുകൾ ലോകം മുഴുവൻ നെറ്റ്വർക്കായിട്ട് നടന്നിരുന്നു. അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ സൗകര്യമാണ്. കാരണം ഇപ്പൊ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിക്കൽ അസോസിയേഷന്റെ ഒക്കെ പ്രവർത്തകരായിട്ടൊക്കെ ഇവിടുന്നുള്ള ആളുകൾക്ക് അവിടെ പോയി, അമേരിക്ക എന്നുള്ളവർക്കൊക്കെ സീക്രട്ട് സർവീസുകാർക്കൊക്കെ പോകാൻ യഥേഷ്ടം സഞ്ചരിക്കുവാൻ മതത്തിൻ്റെതായ ഒരു പരിവേഷം. അതുപോലെ റഷ്യക്കാര് അത്തരത്തിലുള്ള സാധ്യതകൾ ആരാഞ്ഞിരുന്നു. അതിന് കൊടപിടിച്ചതും കുഴലൂതിയതും ആരാണ്? IOC-കാരാണ്. ഇല്ലേ? ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അപ്പൊ നിരന്തരമായിട്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട റഷ്യൻ ഓർത്തഡോക്സ് വിഭാഗവുമായിട്ട് ദൈവശാസ്ത്ര ചർച്ചകൾ നടത്തുകയും അവരുമായിട്ടുള്ള ഐക്യത്തിന്റെ സാധ്യതകൾ ആരായുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എങ്ങനെ ഓറിയന്റൽ ഓർത്തഡോക്സ് ആവും? എന്ത് ഓറിയന്റൽ? നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് വിശ്വസ്തതയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് സത്യസന്ധതയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഒന്നുമില്ല. ഈ പറഞ്ഞ ഐറ്റം ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്പോ നിങ്ങൾക്ക് കാണാൻ ഇതുണ്ടോ, ഇന്ത്യയിലെ 18 വർഷങ്ങൾ എന്ന് പറഞ്ഞ ആൻഡ്രോനോവിച്ച് എന്ന് പറയുന്ന റഷ്യൻ മിഷണറി എഴുതിയൊരു പുസ്തകമാണിത്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഇത് നിങ്ങൾക്ക് മേടിച്ച് വായിക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗവുമായിട്ടുള്ള ചർച്ചകൾ സുറിയാനി ഭാഷ ഒഴിവാക്കണമെന്നും റഷ്യൻ ഭാഷയിൽ ലിറ്റർജി പഠിക്കണമെന്നും ഒക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ചർച്ചകളൊക്കെ ഉണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് വിഭാഗവും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗവുമായി നിരന്തരമായി ദീർഘകാലം നടത്തിയ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ സംക്ഷിപ്ത രൂപങ്ങൾ റഷ്യൻ ഭാഷയിൽ തന്നെ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം അതേപ്പറ്റി നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ റഷ്യൻ പരീക്ഷണ സാഹസങ്ങൾ. അപ്പൊ ആ ഒരു ലൈവ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ചെയ്തതും കാട്ടിക്കൂട്ടിയതും ഇവർ ചർച്ച ചെയ്തതും ഇവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൈൻഡ്ലി സ്റ്റേ ട്യൂൺഡ്. നമ്മൾ അടുത്ത ദിവസം പറയുന്നത് മനസ്സിലായി. ഇന്ത്യൻ ഓർത്തഡോക്സുകാരാ, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമയച്ഛൻ പറയുന്നത് അവർ ഭയങ്കര മാന്യന്മാരാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പുറത്താക്കി എന്ന വ്യാജ വാർത്തയെ ഞങ്ങൾ കാണുന്നുള്ളൂ. വേദശാസ്ത്രത്തിൽ ഓറിയന്റൽ ആയിരിക്കുന്നത്തോളം കാലം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ ഫാമിലിയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഞങ്ങളുടെ വേദശാസ്ത്രം ഇതായതുകൊണ്ട് ഞങ്ങൾ ഇതിലും വലിയ ഗതികേട് വേറെ ഇല്ല. സുറിയാനി സഭയുടെ കുർബാനയും കൂദാശയും പ്രാർത്ഥനാക്രമവും അടിച്ചു മാറ്റി ചൊല്ലിയിട്ട് ഞങ്ങളും ആ കൂടെ ഉണ്ടേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഗതികേട്, ഒരു തോൽവിയുടെ ശബ്ദം, ആ നിലവിളി ശബ്ദം ഒന്ന് ഇട്ട് കൊടുക്കുവോ? പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഇത്രയും നേരമായിട്ടും ആ വലതുവശത്തിരിക്കുന്നവൻ അനങ്ങിയിട്ടില്ല.